കായൽ ചെമ്മീൻ ഉണങ്ങിയത് നമുക്ക് കിള്ളി വറുത്തെടുക്കാം. ഞാൻ കിള്ളട്ടെ. ഞാൻ കിള്ളിയതിന് ശേഷം നമുക്ക് വറുക്കുന്നത് കാണിച്ചു തരാം. ചെമ്മീൻ കിള്ളിയാണ്. ചെമ്മീൻ കിള്ളി, ഈ ഉണക്ക ചെമ്മീൻ കിള്ളി വറുത്താൽ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം. അത്ര രുചിയാണ്. വറുത്ത് ഒരു ടിന്നിലാക്കി ചൂടുമാറുമ്പോൾ വെച്ചിരുന്ന് കുറേശ്ശെ എടുക്കുകയും ചെയ്യും. ഇത് ഉണക്ക ചെമ്മീൻ കിള്ളിയതാണ്. ഇതിന് വേണ്ട ഉണക്കമുളക്, ഉള്ളി. ഇനി ഉള്ളി ചതച്ചിട്ടും വരണം, മുളകും ചതച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് വറുക്കാം. ഇതിന് വേണ്ട ചേരുവകൾ: ഉണക്കച്ചെമ്മീൻ കിള്ളിയത്, ചതച്ച മുളക്, ചതച്ച ഉള്ളി, ഉപ്പ്. എണ്ണ ഒഴിക്കാം. കുറച്ച് ഒരു 2-3 സ്പൂൺ ഉണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഉണക്കച്ചെമ്മീൻ ചെറുതായിട്ടൊന്ന് കഴുകി പിഴിഞ്ഞെടുക്കാം. കഴുകിയെടുക്കാം. ഉപ്പ് ചേർക്കാം. ഉപ്പ് തിരുമ്മി അത് എണ്ണക്കകത്തിടാം. ഉപ്പ് തിരുമ്മി അത് എണ്ണയിലോട്ടിടാം. ഇളക്കി കൊടുക്കാം. ഒരു മൂക്കുന്നവരെ ഇളക്കി കൊടുക്കാൻ. ഇനി കുറച്ച് ഇതിൻ്റെ ഒരു മണം വരുമ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഉള്ളി ഇടണം. ഉള്ളി ചതച്ചതിടണം. ചതച്ച ഉള്ളി അതിൽ മൂപ്പിക്കണം. ചെമ്മീൻ ചേർത്ത് ഒന്ന് മൂപ്പിക്കണം. ചെമ്മീൻ ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ എത്ര നേരം? ഒരു 2-3 മിനിറ്റ്. ചെറിയ തീയിലേ ഇടാവുള്ളേ. ചെമ്മീൻ വറുക്കുമ്പോൾ എപ്പോഴും ചെറിയ തീയിലിട്ടേ വറുക്കാവുള്ളൂ. ഒരുപാട് തീ കൂടിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെമ്മീൻ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് മൂക്കുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ട്. പിന്നെ നമുക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതൊന്ന് എടുത്ത് ഒടിച്ച് നോക്കിയാലും കൊള്ളാം. എടുത്ത് ഒന്ന് ഒടിച്ച് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് കടിച്ച് നോക്കുക മൂത്തിട്ടുണ്ടോന്നറിയാം. ഉള്ളിയിട്ട് മൂത്ത് വരട്ടെ. 2 മിനിറ്റ് കഴിയട്ടെ. അപ്പോൾ ഒരു പ്രത്യേക മണമുണ്ട് മൂക്കുമ്പോഴുള്ള. അതുകൂടാതെ നമുക്കറിയണമെങ്കിൽ ഒന്നെടുത്ത് ഒടിച്ച് നോക്കണം. ഒരു ചെമ്മീനോ 2 ചെമ്മീനോ എടുത്തൊന്ന് ഒടിച്ച് നോക്കാം. അപ്പോൾ അത് മൂത്തതായിട്ട് നമുക്ക് മൂത്തിട്ടുണ്ട്. നല്ല ഒടിയും. കൈ പൊള്ളണം. അല്ലെങ്കിൽ ഒന്ന് കടിച്ച് നോക്കാം. ഒടിഞ്ഞൊടിഞ്ഞ് വരും. നല്ല ചെറിയ തീയിൽ വേണം. അതൊന്നുകൂടി ഇളക്കിയിട്ട് ആ എണ്ണ വരുമ്പോൾ അതിലേക്ക് ചതച്ച മുളക്.
ചെറിയ തീയിൽ തന്നെ അതൊന്ന് ചട്ടിയിലിരുന്ന് മൂക്കട്ടെ. എത്ര നേരം? ഒരു 2 മിനിറ്റ്. ഓക്കെ. കുറച്ച് മുളകും മൂത്ത് അത് ഒരുമിച്ച് ഇട്ട് യോജിപ്പിക്കാം നമുക്ക്. മുളകുമായിട്ടിട്ട് ആ ചെറിയ തീയിൽ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അവിടെ ഇരുന്നത് ഒന്നുകൂടി അവർ നല്ല മൊരിഞ്ഞതിൻ്റെ കിളിക്കില്ല എന്നുള്ള ഒച്ച ചെറിയ കിളിക്കില്ല എന്നുള്ള ഒച്ച കേട്ടില്ലേ? അതൊക്കെ മൂത്തിട്ടാണ് അതങ്ങനെ ഇരുന്ന് ചെറിയ തീയിൽ ഇങ്ങനെ ചെറിയ തീയില സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതങ്ങനെ ചേർക്കുക. അപ്പോൾ അതേതാണ്ട് മൂത്ത് നമുക്ക് തിന്നാനുള്ള രുചി ഒടിഞ്ഞൊടിഞ്ഞ് വരും മൂത്ത് കഴിയുമ്പോൾ. വെച്ച സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇനി ഇത് അത് അങ്ങനെ ഇരിക്കട്ടെ. ഇന്ന് കഴിഞ്ഞ് നമുക്ക് റെഡിയായി. നമുക്കിത് എടുക്കാം. നല്ല രുചിയുണ്ട്. സൂപ്പർ.